സാഹിത്യകാരന്മാർക്ക് ഒത്തുചേരാൻ കാഞ്ഞങ്ങാട് സാഹിത്യ വരാന്തയൊരുങ്ങി. പ്രശസ്ത കവികളും സാഹിത്യകാരന്മാരും സംഗമിച്ച വരാന്തയുടെ ഉദ്ഘാടനം പ്രമുഖ എഴുത്തുകാരൻ അംബികാസുധൻ മാങ്ങാട് നിർവഹിച്ചു. ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ. ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. കാഞ്ഞങ്ങാട് സ്മൃതി മണ്ഡപത്തിന് സമീപം BSNLന് എതിർവശത്ത് പ്രവർത്തിക്കുന്ന ജീനിയസ് ബുക്സിന്റെ വരാന്തയിലാണ് സാഹിത്യകാരന്മാർക്ക് ഒത്തുകൂടാൻ ഒരു കൂട്ടം സാഹിത്യകാരന്മാരുടെ നേതൃത്വത്തിൽ സാഹിത്യ വരാന്തയൊരുക്കിയത്. വലിപ്പച്ചെറുപ്പമില്ലാതെ കവികൾ ഒത്തുചേർന്ന കവിയരങ്ങ പരിപാടി ഏറെ ശ്രദ്ധേയമായി. എല്ലാവരും ഹൃദയം നിറഞ്ഞ കവിതകൾ ആലപിച്ചു. മലയാളത്തിന്റെ പ്രമുഖ എഴുത്തുകാരൻ അംബികാസുധൻ മാങ്ങാടിന്റെ ഹ്രസ്വമായ ഉദ്ഘാടന പ്രസംഗത്തിൽ സാഹിത്യ വരാന്ത പരസ്പര സ്നേഹത്തിന്റെയും ആദരവിന്റെയും ജാതിമതരഹിതമായ ചിന്തകളുടെയും വേദി കൂടിയായി മാറുകയായിരുന്നു. നമുക്ക് സ്നേഹത്തിന്റെ ഭാഷയിൽ ഒത്തുചേരാം, ഹൃദയം തുറന്ന് പരസ്പരം അംഗീകരിക്കാം. സ്നേഹത്തിന്റെ ഭാഷയാണ് കലാകാരന്റെ ഭാഷയെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മൾ ഉപയോഗിക്കുന്ന മിക്കവാറും വാക്കുകളും അന്യഭാഷാ പദങ്ങളാണ്. പക്ഷെ അതിന് വ്യത്യസ്തമായിട്ട് നമ്മുടെ കാസർഗോഡ് ജില്ലയിലാണ് ധാരാളം നമ്മുടേതായിട്ടുള്ള വാക്കുകളുള്ളത്. ആ കാര്യത്തിൽ നമ്മുടെ സമൃദ്ധി കേരളത്തിൽ ഒരു ജില്ലയിൽപ്പെട്ട ആളുകൾക്കില്ല. ആ കാര്യത്തിൽ നമ്മൾ ഭാഗ്യവാന്മാണ്. കാസർഗോഡ് ജില്ലയിലെ എഴുത്തുകാർ വലിയ ഭാഗ്യവാന്മാണ്. NS മാധവൻ വളരെ മുമ്പ് ചന്ദൻ ബത്തേരിയിലെ ലുത്തിനിയകൾ എന്ന പുസ്തകത്തിൽ മലയാളം എന്ന് പറയുന്നത് അന്യഭാഷാ പദങ്ങളെ ഒട്ടിക്കാനുള്ള ഒരു ഭാഷയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മലയാളം ഒരു ഭാഷയാണ്, അന്യഭാഷകളിൽ നിന്ന് വരുന്ന പദങ്ങളെ ഒട്ടിക്കുന്ന ഒരു ഭാഷയാണ്. ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം, ശരിയാണെന്ന് തോന്നിയേക്കാം. ഇപ്പോൾ കക്കൂസ് എന്നൊരു വാക്കുണ്ടല്ലോ മലയാളത്തിൽ. കക്കൂസ് എന്ന വാക്ക് ഡച്ച് ഭാഷയിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഡച്ച് ഭാഷക്കാരുടെ വന്നില്ലെങ്കിൽ മലയാളികളുടെ അവസ്ഥ ഉണ്ടാവുമായിരിക്കും എന്ന് NS മാധവൻ ചോദിക്കുന്നുണ്ട്. തുടർന്ന് എഴുത്തുകാരിയും അഭിനേത്രിയുമായ സിജി രാജൻ കാഞ്ഞങ്ങാടിന്റെ കവിതാ സമാഹാരം ജ്ഞാനന്ദഭൂമിയും നീയെന്ന സൂര്യനും പ്രകാശനം ചെയ്തു. എഴുത്തുകാരൻ സുറാബ് പുസ്തകം ഏറ്റുവാങ്ങി. ചടങ്ങിൽ പ്രശസ്ത കവി ദിവാകരൻ വിഷ്ണുമംഗലം അധ്യക്ഷത വഹിച്ചു. സുകുമാരൻ പെരിയച്ചൂർ പുസ്തക പരിചയം നടത്തി. സിജി രാജൻ കാഞ്ഞങ്ങാട് മറുപടി പ്രസംഗം നടത്തി. ജീനിയസ് ബുക്സ് മാനേജിംഗ് ഡയറക്ടർ റഹ്മാൻ പൊയ്യയിൽ സ്വാഗതം പറഞ്ഞു. സന്തോഷ് ഒഴിഞ്ഞവളപ്പ് മോഡറേറ്ററായി. അബുദാബി ശക്തി അവാർഡ് നേടിയ ദിവാകരൻ വിഷ്ണുമംഗലത്തിനെ ചടങ്ങിൽ വെച്ച് ഉപഹാരം നൽകി ആദരിച്ചു. പ്രമുഖ കവികളായ സുറാബ്, ദിവാകരൻ വിഷ്ണുമംഗലം, പ്രേമചന്ദ്രൻ ചോമ്പാല, പ്രസാദ് കരുവളം, ആനന്ദകൃഷ്ണൻ എടച്ചേരി, കുഞ്ഞപ്പൻ തൃക്കരിപ്പൂർ, ഷാജഹാൻ തൃക്കരിപ്പൂർ, ദാമോദരൻ കൊടക്കാട്, ശോഭന ഭേടകം, ഡോക്ടർ നബിത നാരായണൻ, CV രാജേഷ്, മണികണ്ഠൻ കാഞ്ഞങ്ങാട്, നാരായണൻ ബേഡൂർ, സന്തോഷ് ഒഴിഞ്ഞവളപ്പ്, ശ്രീകുമാർ കോറോം, TK പ്രഭാകരകുമാർ, ഗിരിധർ രാഘവ്, UVG മടിക്കൈ, സുകുമാരൻ പെരിയച്ചൂർ തുടങ്ങിയവർ കവിതകൾ അവതരിപ്പിച്ചു. എല്ലാ മാസവും കലാകാരന്മാർക്ക് സാമ്പത്തിക ചെലവില്ലാതെ ഒത്തുചേരാനുള്ള ഒരിടമാണ് കാഞ്ഞങ്ങാട് സാഹിത്യ വരാന്തയെന്ന് സംഘാടകരായ സുകുമാരൻ പെരിയച്ചൂരും റഹ്മാൻ പൊയ്യയിലും അഭിപ്രായപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.